അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവ് കൊടുത്ത് കോടതിയിൽ പോകാൻ അവസരം കൊടുക്കാതെ നാടകീയമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ചില യുവ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ പരാതികൾ ഒന്നുകിൽ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഏതേത് MLA-മാരെയാണ്, ഏതൊക്കെ MP-മാരെയാണ് പോലീസ് ഈ വരും ദിവസങ്ങളിൽ, അതായത് ഈ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് ദുഃഖശനിയും കഴിഞ്ഞ് ഈസ്റ്ററിന് മുമ്പായിട്ട് പൊക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി സഖാവിൻ്റെ ആ മുറയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുമുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗവും കൂടിയാണ് ഈ അറസ്റ്റ് എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് വളരെ കർത്തവ്യബോധത്തോടെ ഉത്തരവാദിത്തബോധത്തോടെ ഈ പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ കേരള പോലീസിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ, അതും പിണറായി സഖാവിൻ്റെ ഭരണകാലത്ത് ആ രീതി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ആവാനൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കിംവദന്തികൾ ഒരു മേള വിശ്വസിച്ച് പോകുന്നത്.